ദിവസം നിങ്ങൾ ചൊവ്വയിലെ $500 മില്യൺ വിലയുള്ള ഈ ബയോസ്ഫിയറിലേക്ക് എത്തിക്കുന്ന ഒരു ഫ്യൂച്ചർ ടെക്നോളജി. എന്റെ ദൈവമേ, ഈ വീഡിയോയിലുടനീളം ഫ്യൂച്ചർ എത്ര അടിപൊളിയായിരിക്കുമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. വംശനാശം സംഭവിച്ച ജീവികളെ എങ്ങനെയാണ് തിരികെ കൊണ്ടുവരുന്നതെന്ന് നിങ്ങൾക്ക് ഇതിൽ കാണാം. ഇത് ശരിക്കും ഫ്യൂച്ചറാണ്. എവിടെ വേണമെങ്കിലും കൊണ്ടുപോകുന്ന ഫ്ലൈയിങ് കാറുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതെല്ലാം തുടങ്ങുന്നത് ഈ $1 ലൈറ്റിൽ നിന്നാണ്. ലക്ഷക്കണക്കിന് ലൈറ്റുകൾ ഒരുമിച്ച് ചേർത്താൽ മനുഷ്യരാശിയുടെ ഭാവി അല്ലെങ്കിൽ ചൊവ്വയുടെ നമുക്ക് സിമുലേറ്റ് ചെയ്യാം. ഭൂമിയിൽ ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് ആയ ടെക്നോളജികൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അടുത്തത് $10,000 ഒരു ടെക്നോളജിയാണ് ന്യൂറാലിങ്ക്. ഇത് സർജറിയിലൂടെ തലച്ചോറിൽ ഘടിപ്പിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ചിപ്പാണ്. നോളഡിനെ പോലെയുള്ളവരെ ലോകവുമായി വീണ്ടും കണക്ട് ചെയ്യാൻ ഇത് സഹായിക്കുന്നു. കഴുത്തിന് താഴെ തളർന്നു പോയതാണല്ലേ? അതെ, 8 വർഷത്തോളമായി ഞാൻ എന്റെ ജീവിതത്തിന്റെ ഒരു അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു. പിന്നീട് നിങ്ങൾക്ക് ന്യൂറാലിങ്ക് ലഭിച്ചു. അതെന്ത് മാറ്റമാണ് വരുത്തിയത്? ചെയ്യാൻ പറ്റും. ഒരാൾക്ക് കമ്പ്യൂട്ടർ ചെയ്യാൻ പറ്റുന്ന എല്ലാം എനിക്ക് പറ്റും. സ്വന്തം തലച്ചോറ് മാത്രം ഉപയോഗിച്ചാണ് നോളൻ ഇതെല്ലാം ചെയ്യുന്നത്. നിങ്ങളുടെ ചിന്തകൾ ഉപയോഗിച്ചാണോ ഇത് നീക്കുന്നത്? അതെ അതെ. നിങ്ങളുടെ ബ്രെയിൻ ഉപയോഗിച്ച് മെസ്സേജ് അയക്കുന്ന എനിക്കൊന്ന് കാണണം. ഓക്കെ. അവന്റെ കൈകൾ തളർന്നതാണ്. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുക്കാം. നോളന്റെ തലച്ചോറിൽ നിന്നുണ്ടാകുന്ന ന്യൂറോണുകളെ മൂവ്മെന്റുകളാക്കി മാറ്റാൻ ന്യൂറാലിങ്കിന് സാധിക്കും. പുള്ളി തന്റെ മനസ്സുകൊണ്ട് ഹായ് ടൈപ്പ് ചെയ്തു. ഇതൊരു ഗംഭീര കണ്ടുപിടുത്തമാണല്ലേ? പുള്ളിക്ക് ഇത് മാത്രമല്ല ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നീ ലെഫ്റ്റ് എന്ന് വിചാരിക്കുന്നു, ഇപ്പോൾ റൈറ്റ് തിരിയാൻ പോവാണ്. ലെഫ്റ്റ് റൈറ്റ് ഔട്ടാകല്ലേ. അയ്യോ പോയി. മനസ്സുകൊണ്ട് മാത്രം കളിച്ചവൻ ഞങ്ങളെ ശരിക്കും തകർത്ത് കളഞ്ഞു. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്നു ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടില്ല. ഫ്യൂച്ചർ ടെക്നോളജിക്ക് മനസ്സിനെ മാത്രമല്ല ശരീരത്തെയും സഹായിക്കാൻ സാധിക്കും. കൈയില്ലാതെ ജനിച്ച് നിർഭാഗ്യവശാൽ റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു 12 വയസ്സുകാരൻ. തനിക്ക് കിട്ടാൻ പോകുന്നത് ഇതാണെന്നാണ് കൈ വിചാരിച്ചോണ്ടിരിക്കുന്നത്. ഇത് കഷ്ടമാണ്. അവനൊരു ഫേക്ക് ഡോക്ടറിന്റെ ഓഫീസിലാണെന്നോ ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ബയോണിക് ആമാണ് കിട്ടാൻ പോകുന്നതെന്നോ അവനറിയില്ല. സൂപ്പർ ഹീറോ സിനിമയിലെ പോലത്തെ $25,000 ഒരു ബയോണിക് ലിഗ്മെന്റ്. അവനൊരു സർപ്രൈസ് കൊടുക്കാം. ഹായ് കായ്. ഹലോ. മോനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ എന്റെ അടുത്ത് പറയാം. എനിക്ക് 12 വയസ്സുണ്ട്. എന്നെ ചൈനയിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തതാണ്. അവിടെ ഇരിക്കുന്ന ജിമ്മിയാണെന്ന് കായ്ക്ക് ഒരു ഐഡിയ. നീ ചാനലിന്റെ വലിയൊരു ഫാൻ ആണെന്ന് നിന്റെ അമ്മ എന്നോട് പറഞ്ഞിരുന്നു. ശരിക്കും ചാൻസേ ഇല്ല. അതെ, നിനക്ക് കിട്ടാനിരുന്ന കൈ അത് ഇതാണ്. എനിക്കിത് പോരെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. വെറുതെ. ലോകത്തിലെ തന്നെ ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് ആയ ബയോണിക് ആമാണിത്. നിനക്ക് സ്പോർട്സ് ഒക്കെ ഇഷ്ടമാണെന്നും ആക്റ്റീവ് ആയിരിക്കാൻ ഇഷ്ടമാണെന്നും അമ്മ പറഞ്ഞിരുന്നു. നിനക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇത് കൂടുതൽ എളുപ്പമാക്കും. എനിക്ക് വിശ്വസിക്കാനേ വയ്യ. ഈ കൈയുടെ മറ്റൊരു പ്രത്യേകത ഇതിലെ സെൻസറുകളാണ്. ഒന്നിനും ബലം കൊടുക്കാതെ തന്നെ നിനക്ക് ഈ കൈ ഉപയോഗിക്കാൻ പറ്റും. നിന്റെ നെർവുകളുടെ ചലനം തിരിച്ചറിയാൻ ഇതിലെ സെൻസറുകൾക്ക് സാധിക്കും. എന്താ ഇത് അടിപൊളിയല്ലേ? കൈയൊന്ന് ഇളക്കിക്കേ. ഓ അടിപൊളി. ഈ മരക്കഷ്ണം പിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്ക്. അടിപൊളി. ഇത് നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ശരി, എനിക്കൊരു ഷേക്ക് ഹാൻഡ് എന്ന് നോക്കുന്നോ? ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ തന്നെ അടിപൊളി. പിന്നെ നിനക്ക് എപ്പോഴെങ്കിലും ഈ ബീച്ച് ഫ്രെയിമിംഗ് വേണ്ടെന്ന് തോന്നിയാൽ അത് എളുപ്പത്തിൽ ഊരി മാറ്റാം. വെക്കണമെന്നില്ല. ഏറ്റവും നല്ല നിങ്ങൾ ആളുകളെ സഹായിക്കുന്ന ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അത് ഞാനായിരിക്കുന്നു ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അതാണ് ഈ ബയോണിക്കാം ജീവിതം തന്നെ മാറ്റിമറിക്കും. പക്ഷെ $150,000 ഈ ഫ്ലൈങ് കാറിന്റെ അത്രയും ഒരിക്കലും വരില്ല. ആ സാധനം എന്നെക്കാളും മുമ്പ് ഓഫീസിലെത്തും തോന്നുന്നുണ്ടോ? പിന്നല്ല, എങ്ങനെങ്കിലും നീ ജയിച്ചാൽ നിനക്ക് ഞാൻ ഒരു $1 മില്യൺ തരും. ഞാൻ ജയിച്ചാൽ എനിക്കൊരു $1 മില്യൺ തരും. ഓക്കെ, അപ്പൊ തുടങ്ങാം. ഓഫീസിലേക്ക് ഒരു റേസ് നടത്താം. സാധാരണ കാറാണോ ഫ്ലൈയിങ് കാറാണോ കൂടുതൽ ഫാസ്റ്റ് എന്ന് നോക്കാം. ഓൾറൈറ്റ്, റേസ് തുടങ്ങട്ടെ. ഓക്കെ. അവൻ തൊട്ട് പിന്നാലെയുണ്ട്. അവൻ ശരിക്കും പറക്കാണ്. അമ്മോ, അവനിപ്പോ കടലിലേക്ക് വെട്ടിച്ചു പോയതാണോ? അവന് റോഡിന്റെ ആവശ്യമില്ലല്ലോ. അത് കള്ളക്കളിയാ. ശരിയായ ടെസ്റ്റ് ആവണമെങ്കിൽ നമ്മൾ എല്ലാ ട്രാഫിക് നിയമങ്ങളും പാലിക്കണം. കണ്ടോ, സ്റ്റോപ്പ് ലൈനിൽ വണ്ടി നിർത്തണം. ഇനി നമുക്ക് പോകാം. എന്നാൽ ഒരു ഫ്ലൈയിങ് കാറിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അവന് നേരെ അങ്ങോട്ട് പറന്നു പോകാം. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യർ ഭാവിയെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ പറക്കും കാറുകൾക്ക് ഇത്രയും പ്രാധാന്യം കാണാം. പുള്ളിപ്പോ പകുതി ദൂരത്തിൽ കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ തുടങ്ങിയിട്ട് പോകണം. ജോലി സ്ഥലത്തേക്ക് കാർ ഓടിച്ച് പോകുന്നതിന് പകരം പറന്നു പോവുകയാണെങ്കിൽ യാത്രാ സമയം പകുതിയായി കുറയും. ഓരോ ദിവസവും നിങ്ങൾക്ക് എത്ര സമയം ലാഭിക്കാമെന്ന് 1000 മണിക്കൂർ ലാഭിക്കും. എന്തായാലും വർഷത്തിലായിരിക്കും. കണക്കൊന്നും കൂട്ടിയില്ല. ലക്ഷക്കണക്കിന് ഡോളർ വിലയുള്ള ഈ പറക്കും കാർ നമ്മൾ ഇനി കാണാൻ പോകുന്ന $1 ബില്യൺ റോക്കറ്റിന്റെ മുന്നിൽ ഒന്നുമല്ല. ഇതൊരു തുടക്കം മാത്രമാണ്. ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തിയോ? ഇങ്ങോട്ട് വാ. അയ്യോ അയ്യോ, ഞാൻ ബീച്ചിലാണെന്ന കാര്യം മറന്നുപോയി. ജിമ്മിക്ക് എന്തായാലും ഇതിനെ തോപ്പിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായി. $1 മില്യൺ നീ മറന്നേക്ക് ജിമ്മി. അതെ, എന്തായാലും അവൻ ജയിച്ച $1 മില്യൺ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്കൊരു $1 മില്യൺ തരാന്ന് അവനാ പറഞ്ഞത്. ആരെയും തട്ടാണ് നോക്കട്ടെ. അതാ അവിടെയുണ്ട്. ഇവിടെ എത്തിയിട്ട് എത്ര നേരമായി? 10 മിനിറ്റ്. നീ ഇവിടെ എത്തിയിട്ട് 10 മിനിറ്റ്. ദൈവമേ, നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല. പക്ഷെ ഒരു ദിവസം ഇതുപോലെ ഓടിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഫ്യൂച്ചറിനെ പറ്റി ഇപ്പോഴും ആവേശം തോന്നുന്നില്ലെങ്കിൽ ഈ ജെറ്റ് പാക്കിൽ ജോലിക്ക് പോകുന്നതിനെ പറ്റി എന്ത് പറയുന്നു? അതായത് $500 മില്യൺ മണിക്കൂറിൽ 128 കിലോമീറ്റർ വേഗത്തിൽ പറക്കുന്ന ഈ ജെറ്റ് പാക്ക് ലഭിക്കും. 5 കിലോമീറ്റർ മാത്രമാണെങ്കിൽ ജോലിക്ക് പോകാൻ ഏറ്റവും ഫാസ്റ്റായ മാർഗം ഇതാണ്. ജോലി സ്ഥലത്ത് ഹാപ്പി
നീ വന്നല്ലോ, സന്തോഷം. ട്രാൻസ്പോർട്ടേഷന്റെ ഭാവി ആകാശത്ത് മാത്രമല്ല താഴെ ഭൂമിയിലും ഉണ്ട്. അതായത് $1 മില്യൺ. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ കാർ. ഞാനിപ്പോൾ ഇതിൽ കയറിയെന്ന് ഓടിച്ചു നോക്കാൻ പോവുകയാണ്. ഇത് ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റ് ആയ കാർ മാത്രമല്ല, ഓ മൈ ഗോഡ്, ഇതിന്റെ ആക്സിലറേഷൻ ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ. ഇതിന് നല്ല പവർഫുൾ സെക്ഷൻ ഉള്ളത് കൊണ്ട് തല തിരിഞ്ഞും ഓടിക്കാൻ സാധിക്കും. എന്റെ അമ്മേ, ജിമ്മി ഇപ്പൊ തലകീഴായി മറിയുകയാണ്. ഇത് ശരിക്കും പേടിയാവുന്നുണ്ട്. പക്ഷെ ഒരു സാധാരണ കാറിൽ ഇരിക്കുന്ന അത്ര പേടിക്കേണ്ടതില്ല. ഇത് ശരിക്കും സീനാണ്. ഗ്രാവിറ്റി അങ്ങ് വീട്ടിൽ പോയി. രക്തം മുഴുവൻ തലയിലേക്ക് ഇരച്ച് കയറുന്നത് പോലെ തോന്നുന്നു. ഇതിൽ പവർഫുൾ ആയ 2 വാക്യൂം ഫാൻ